സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങുണർന്ന് ഇന്ന് മൂന്നാം ദിനം. ആദ്യ 2 ദിവസത്തെ മത്സരങ്ങളുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 449 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശൂരുമുണ്ട്. 446 പോയിന്റുമായി കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട്. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഗോത്രകലകളും നാടകവും ജനപ്രിയ ജനങ്ങളായി മാറി. വിവരങ്ങളുമായി ഇപ്പോൾ ജോസഫ് അഗസ്റ്റിനും സൂര്യഗായത്രിയും ചേരുന്നുണ്ട്. ജോസഫ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ മത്സരങ്ങളാണ് അവിടെ ഉള്ളത്? അതേസമയം തന്നെ കണ്ണൂരും തൃശ്ശൂരും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണുള്ളത്. ആര് കപ്പ് കൊണ്ടുപോകുമെന്നുള്ള ആവശ്യത്തിലാണ് നോക്കി നിൽക്കുന്നത്. വൃന്ദ, ആര് കപ്പെടുക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഒന്നാം സ്ഥാനത്ത് ആദ്യം മുതലേ ആധിപത്യം സ്ഥാപിക്കുന്ന കണ്ണൂർ തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത്. 449 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. തൊട്ടു പിന്നാലെ 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശൂർ ജില്ല 448 പോയിന്റാണ്. തൃശൂർ ജില്ലയും തൊട്ടു പിന്നിലുണ്ട്. മൂന്നാം സ്ഥാനക്കാരായി കോഴിക്കോടാണുള്ളത്. 446 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. 440 പോയിന്റുമായി പാലക്കാടും 427 പോയിന്റുമായി മലപ്പുറവും 4ഉം 5ഉം സ്ഥാനങ്ങളിലുണ്ട്. അതുപോലെ തന്നെ 6ഉം 7ഉം സ്ഥാനങ്ങളിൽ ആലപ്പുഴയും എറണാകുളവും ജില്ലയാണ്. 421 പോയിന്റുമായി 8ാം സ്ഥാനത്ത് കൊല്ലം ജില്ലയും 419 പോയിന്റുമായി ട്രിവാൻഡ്രം 9ാം സ്ഥാനത്തുമാണ്. സൂര്യഗായത്രി, ട്രിവാൻഡ്രം വളരെ പിന്നിലേക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ട്രിവാൻഡ്രം എനിക്ക് തോന്നുന്നു തുടക്കം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് മുന്നിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂര് അവര് തിരിച്ച് കപ്പ് കൊണ്ടുപോകുമോ, കോഴിക്കോട് കപ്പ് തിരിച്ചു പിടിക്കുമോ, തൃശ്ശൂര് കപ്പ് എടുക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. ഓരോ മത്സരം വരുമ്പോഴും ഈ പോയിന്റ് നില അത് മാറി മറിയുകയാണ്. വളരെ കടുത്ത പോരാട്ടമാണ് കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കോഴിക്കോടിന്റെ കുട്ടികളെയും അതുപോലെ അവരുടെ അധ്യാപകരെയും ഒക്കെ ലൈവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് അവർ പറയാ, കുറച്ച് നാളത്തേക്ക് കണ്ണൂരുകാർക്കൊന്ന് സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്, ഇത്തവണ അവർ കൊണ്ടുപോയിക്കോളാം എന്ന് ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് കപ്പ് കൊണ്ടുപോയാലും വളരെ സന്തോഷം തന്നെയാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയ്ക്ക് കുട്ടികൾക്ക് തന്നെ കിട്ടട്ടെ, പ്രൈസ് കിട്ടട്ടെ, കപ്പ് കിട്ടട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ നിരവധി പരിപാടികൾ, തിരുവാതിരക്കളി ഉൾപ്പെടെ ഇന്നിപ്പോൾ പ്രധാന വേദിയിൽ നടക്കുന്നുണ്ട്. 2 മണിക്കാണ് തിരുവാതിരക്കളി ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. 9:30 കുച്ചിപ്പുടി മത്സരങ്ങൾ പ്രധാന വേദിയിൽ ആരംഭിക്കും. അതിനുശേഷം കോൽക്കളി, നാടോടി നൃത്തം, ഭരതനാട്യം ഇന്ന് വീണ്ടും നടക്കുന്നുണ്ട്. ചവിട്ട് നാടകമുണ്ട്, പരിചമുട്ട് കളിയുണ്ട്, മറ്റ് എഴുത്ത് രചനാ മത്സരങ്ങളൊക്കെ തന്നെ ഇന്ന് വീണ്ടും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോത്രകലകൾ അത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വളരെ ജനകീയമായിട്ട് ഓരോ ദിവസവും വലിയ കയ്യടിയോടെയാണ് മത്സരം നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലം കളി, പണിയ നൃത്തം ഭയങ്കര ആളായിരുന്നു കാണാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കളികളെ കുറിച്ച് അറിയാത്ത കുറെ പേരുണ്ട്. എന്താണ് ഈ കളി, എന്ത് ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കളി നടത്തുന്നത്, അവരുടെ വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണാനും അറിയാനും എത്തിയവർ നിരവധി പേരായിരുന്നു. അങ്ങനെ ഗോത്രകലകൾക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇതാണ്. അതായത് ഈ പണക്കൊഴുപ്പിന്റെ ആധിപത്യമില്ലാതെ കലോത്സവ നഗരിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഇനം കൂടിയാണ് ഈ ഗോത്രകലകൾ. അതുകൊണ്ട് ഈ ഗോത്രകലകൾ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഉള്ളൊരു അഭിപ്രായം, ഈ ഗോത്രകലകൾ ഒന്നാമത്തെ വേദിയിലേക്ക് തന്നെ മാറ്റണം എന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും ഈ ഗോത്രകലകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് അത് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ, അനന്തപുരിയുടെ മണ്ണിൽ നടക്കുമ്പോൾ ഏറ്റവും ജനപ്രിയമാകുന്നത് ഈ ഗോത്രകലകൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഇനങ്ങളിൽ നാടകത്തിന് ആളുകൾ നിലത്തിരുന്ന് കാഴ്ചക്കാരാവുന്ന ഒരു സാഹചര്യം പോലും ഇന്നലെ പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. നിറഞ്ഞ സദസ്സായിരുന്നു. ഇരുവശങ്ങളിലുമായി ആളുകൾ തറയിലടക്കം ഇരുന്നുകൊണ്ടാണ് നാടകം ഉൾപ്പെടെ വീക്ഷിച്ചിട്ടുള്ളത്. നാടകത്തിനെ കുറിച്ച് പറയുമ്പോൾ നാടകത്തിന് ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പഴയ നാടകം നമുക്കറിയാം, ഉത്സവ ആഘോഷങ്ങളിൽ അമ്പലപ്പറമ്പിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്ന നാടകങ്ങൾ. അതിൽ നിന്ന് സ്കൂൾ കലോത്സവത്തിലെത്തുമ്പോൾ നിരവധി മാറ്റങ്ങൾ നാടകത്തിന്റെ അണിയറയിലായാലും അഭിനയത്തിലായാലും അവരുടെ വേഷവിധാനങ്ങളിലായാലും എടുക്കുന്ന വിഷയങ്ങളിലായാലും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട്
നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കലോത്സവങ്ങളിലും അത് ഏത് ജില്ലയിൽ വെച്ച് നടത്തപ്പെട്ടാലും നാടകം കാണാൻ എത്തുന്നത്, അത് നാടകവേദി എന്ന് പറയുന്നത്, പുറത്തെന്ന് പറയുന്നത് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാടകം എന്നാണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നതെന്നൊക്കെ തിരക്കി നിരവധി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടകപ്രേമികളുടെ എണ്ണം അത് ഓരോ കാലഘട്ടത്തിലും കൂടി വരികയാണ്. നാടകവും അതിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആനന്ദേകർഷിയുടെ ആട്ടമൊക്കെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാടകം എപ്പോഴും ജനകീയമാണ്. ഇന്നും ഇപ്പോൾ നാടക മത്സരം നടക്കുന്നുണ്ട് ജോസഫ്. അതും നാടകവും ഇന്നത്തെ നാടകത്തിലും അതുപോലെ നിരവധി ആളുകൾ എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നോക്കിക്കാണുന്ന ഒരു മത്സരമാണ് മിമിക്രി എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. മിമിക്രി കലാകാരന്മാരൊക്കെ തന്നെ ഒന്ന് പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഏറെ നാളായിട്ട് ഒരേ സാധനം തന്നെ കാണിക്കേണ്ടി വരുന്നു. മിമിക്രി എന്ന് പറയുമ്പോൾ അത് ഓരോ തവണയും അതിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാണുന്ന പ്രേക്ഷകർ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ മിമിക്രി ഈ മൃഗങ്ങളുടെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെ വെടിക്കെട്ടിന്റെ ഒക്കെ കാണിച്ചാൽ ഇപ്പം അങ്ങനെ ഏക്കില്ല. അപ്പോൾ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലോത്സവ വേദിയിൽ അത്തരത്തിൽ മിമിക്രി എത്തുമ്പോൾ എന്താണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്, എന്താണ് അവർ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ള പുതുമ എന്നറിയാൻ വേണ്ടി, അത് അറിയാൻ വേണ്ടി എത്തുന്ന കുറേ പേരുണ്ട്. അത് നമുക്ക് ഇന്ന് കാണാം. മിമിക്രിയിൽ എന്തൊക്കെ പുതുമകളാണ് ഇത്തവണ. ഇന്ന് ഇത്തവണത്തെ മത്സരങ്ങൾ മൊത്തത്തിൽ എല്ലാത്തിനും വയനാടുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടച്ച് മിക്ക ആളുകളും അവരുടെ സംഘനൃത്തത്തിലാണേലും മറ്റ് മോണോറ്റിലാണേലും എല്ലാം വയനാടുമായി ബന്ധപ്പെട്ട ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഈ തിരുവനന്തപുരത്തെ കലോത്സവ നഗരി പറയുന്നതെന്ന് കൂടി തോന്നുന്നു അല്ലേ? അത് നമ്മുടെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തത്തിൽ അതിനുശേഷമുള്ള ഓരോ കലയിലും, അതിപ്പോൾ സംഘനൃത്തമായാലും നാടോടി നൃത്തമായാലും നമ്മുടെ ഗോത്ര കലകളായാൽ തന്നെയും അതിജീവനത്തിന്റെ കഥയാണ്. കാരണം പ്രതിഷേധങ്ങളാണ് ഗോത്ര കലകൾ എന്ന് പറയുന്നത്. ആ പ്രതിഷേധം ഇത്തവണ വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. സംഘനൃത്തത്തിന്റെ പല വിഷയങ്ങളായാലും ഈ ദുരിതം അനുഭവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ കുറിച്ചുള്ളതാണ്. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ നാടകം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവരുടെ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടായ ദുരന്തവും അതേ തുടർന്ന് പിന്നെ അവർ കയറി വന്ന അതിജീവനവും തന്നെയാണ് അവരുടെ നാടക വിഷയം എന്ന് പറയുന്നത്. അവർ അപ്പീൽ നേടിയാണ് സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് മത്സരത്തിന്. അതെ, അവരുടെ നാടകം കാണാൻ നിരവധി പേരെത്തുന്നുവെന്ന് 100% ഉറപ്പാണ്. കാരണം ആ കുട്ടികളെ കാണാൻ വേണ്ടി തന്നെ നിരവധി പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് അതിനെ എത്രത്തോളം സ്നേഹത്തോടെയാണ്, വാത്സല്യത്തോടെയാണ് കാഴ്ചക്കാർ സ്വീകരിക്കുന്നതെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ മനസ്സിലായതാണ്. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററിനൊക്കെ ഇവിടെ ഉജ്ജ്വലമായ വരവേൽപ്പ് കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഗുരു ശിഷ്യ ബന്ധത്തിനപ്പുറം ഇതിന് മറ്റൊരു തലമുണ്ട് എന്ന് കാണിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ മാഷ്. ആ ഒരു സ്നേഹം വെള്ളാർമല സ്കൂളിലെ കുട്ടികളോട് കേരളത്തിലെ ജനത മൊത്തം കാണിക്കുന്നുണ്ട് എന്ന് ഈ കലോത്സവ നഗരി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആ വെള്ളാർമല സ്കൂളിന്റെ പുറത്ത് അദ്ദേഹം ആ സ്കൂളിലേക്ക് നോക്കി നിന്ന് വിലപിക്കുന്ന കാഴ്ചയാണ്. അതിന് ശേഷം അതിജീവനത്തിന്റെ യാത്ര തുടങ്ങിയ സമയത്ത് വളരെ ആർജവത്തോടെ അദ്ദേഹം വരികയും ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്നലെ വരെ പഠിപ്പിച്ചിരുന്ന പല കുട്ടികളും ആ സമയത്ത് അവിടെ ഇല്ല. പക്ഷേ അതൊക്കെ തന്നെ മറികടന്ന് അവർക്കൊപ്പമുള്ള കുട്ടികളെ കൈപിടിച്ചുയർത്തി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വരെ അവരുടെ അതിജീവന കഥ ചുവടുകളായി വയ്പ്പിച്ച മാഷ്, അവരുടെയൊക്കെ ഒരു സ്വീകാര്യത നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ ജനകീയമായി മാറുന്നു തിരുവനന്തപുരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ വലിയ ജനപങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ആശങ്ക ഈ കലോത്സവം തിരുവനന്തപുരത്ത് ആകുന്ന സമയം മുതൽ തന്നെ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സ്ഥിതി അതായിരുന്നില്ല. ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം, ഒരു പ്രേക്ഷക പങ്കാളിത്തം അതെല്ലാ വേദിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രധാന വേദിയിലടക്കം, നാടകവേദിയിലടക്കം, ഗോത്രകലകൾ അരങ്ങേറുന്ന വേദിയിലടക്കം നല്ല രീതിയിലുള്ള പ്രേക്ഷകർ ഉണ്ടായിരുന്നു. അവർ അത് കൃത്യമായിട്ട് ആസ്വദിക്കുകയും കുട്ടികൾക്ക് വേണ്ട പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ രാത്രി ഏകദേശം 11 മണി വരെയും വലിയ രീതിയിലുള്ള തിരക്ക് പ്രധാന വേദിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കടുത്ത ചൂടിലും ഈ മത്സരം കാണാൻ എത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എത്തുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ജനകീയത ഒട്ടും കുറവല്ല തിരുവനന്തപുരത്തെ കലോത്സവത്തിന് എന്നുള്ളതാണ്. ഭക്ഷണശാലയിലും കാണാനായി എന്നാണ് ഇന്നലെ വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാര് വ്യക്തമാക്കിയത്. അതായത് ഈ രണ്ടാം ദിനത്തിൽ 30,000-ലധികം ആളുകൾ ഈ ഭക്ഷണപ്പുരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. രാത്രി വൈകി എത്തുന്നവർക്ക് പോലും ഭക്ഷണം ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഭക്ഷണപ്പുരയിൽ തയ്യാറാക്കിയിരുന്നു. ഈ ഭക്ഷണപ്പുരയ്ക്ക് സമീപത്തായി ഈ സാംസ്കാരിക വകുപ്പിന്റെ ഒരു പൊതുവേദി കൂടി കലോത്സവത്തിന് എത്തുന്നവർക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ വിവിധ പരിപാടികളും നടക്കുന്നുണ്ട്. അത് വീക്ഷിക്കാൻ എത്തുന്നവരും കുറവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ പിന്നീട് മന്ത്രി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടും ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു. KSRTC ഷട്ടിൽ സർവീസ് അടക്കം ആരംഭിച്ചിട്ടുണ്ട്. അത് സൗജന്യമാണ് എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും അവരുടെ കൂടെ വരുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നൽകാനുള്ളതെന്നാണ് മന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല ഈ കുറ്റമറ്റ രീതിയിൽ ആദ്യഘട്ടങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ കുറച്ച് താമസമൊക്കെ ചില മത്സരങ്ങൾക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഇന്നലെ ആയപ്പോൾ അതെല്ലാം വളരെ കറക്റ്റ് ട്രാക്കിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ മത്സരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. 9 മണിയോടുകൂടി കൃത്യം മത്സരങ്ങൾ. ഈ കലോത്സവം തുടങ്ങിയ സമയം മുതൽ പ്രതിഷേധവും സമരവും ഒന്നും പാടില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മന്ത്രിയപ്പൂപ്പന്റെ വാക്ക് അതുപോലെ കുട്ടികൾ അനുസരിച്ചു എന്നുള്ളതാണ്. സാധാരണ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പം പുറത്തും ഒരു തിരുവാതിരക്കളിയൊക്കെ കാണാറുള്ളതാണ്. ഒരു പ്രതിഷേധ തിരുവാതിരക്കളി സാധാരണ അത് മസ്റ്റാണ്. കലോത്സവത്തിനകത്ത് തിരുവാതിരക്കളി നടക്കുന്ന സമയത്ത് തന്നെ പുറത്തും ഒരു തിരുവാതിരക്കളി നടക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഇതുവരെ നടന്ന മത്സരങ്ങളിലൊന്നും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ. പക്ഷെ ഒരു പ്രതിഷേധ സ്വരവുമായി ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ഈ തിരുവനന്തപുരത്തിന്റെ ഈ അനന്തപുരിയിലെ ഈ 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതയായി തന്നെ തോന്നുകയാണ്. അപ്പീലുകൾ നിരവധി വരുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും വലിയ കുറ്റവുമായിട്ട് ജഡ്ജസിനെതിരെ പരോക്ഷ വിമർശനവുമായി അല്ലെങ്കിൽ സംഘാടകർക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് കൂടി ഏറെ ശ്രദ്ധാവഹമാണ്. ഇപ്പോ ജോസഫ് ഇന്ന് എന്തായാലും കലോത്സവം പൊടി പൊടിക്കുകയാണ്. വരും മണിക്കൂറുകളിലും നമുക്ക് വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. ഇടവേളയാണ്.